ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നെക്ക് ലൈനിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് നോക്കുന്നത്. പാറ്റേൺ ഒന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പ്രിന്റുള്ള അജ്രക് മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത്. ഇതിന്റെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ഷുഗർ ബീഡ്സ്, ട്യൂബ് ബീഡ്സ്, ഹാഫ് ബീഡ്സ് ആണ്. നീഡിൽ നമ്പർ 10ഉം നോർമൽ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നെക്കിന്റെ അവിടെ നമ്മൾ ആദ്യം ഒരു ഹാഫ് ബീഡ് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹാഫ് ബീഡിന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെയായിട്ട് നീഡിൽ താഴെ നിന്ന് മുകളിലോട്ട് തുന്നിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്ത് ഷുഗർ ബീഡ്സ് ഒന്ന് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കോർത്തെടുത്ത ഷുഗർ ബീഡ്സിനെ നമുക്ക് ഹാഫ് ബീഡിന്റെ ചുറ്റുമായിട്ട് ഒന്ന് വെച്ച് നോക്കണം. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടിയ അത്രയും നമുക്ക് ഷുഗർ ബീഡ്സ് ആവശ്യമുണ്ട്. അതിനുശേഷം ആദ്യത്തെ ഷുഗർ ബീഡിന്റെ ഉള്ളിൽ കൂടെ നീഡിൽ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു റൗണ്ട് ഷേപ്പ് ആയിട്ട് കിട്ടി. അതിനെ നല്ലോണം ഹോൾഡ് ചെയ്തിട്ട് എല്ലാ സൈഡിൽ നിന്ന് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു പാറ്റേൺ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബിഗിനേഴ്സ് കിറ്റ് നമ്മൾ സെൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. എല്ലാ സൈഡിൽ നിന്നും ഇതൊന്ന് ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ട്യൂബ് ബീഡ്സ് ആണ്. സ്റ്റിച്ച്ഡ് നെക്കിലും അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ളതിലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ട്യൂബ് ബീഡ്സ് ആണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫാബ്രിക്കിനനുസരിച്ച് ബീഡ്സിന്റെ കളറൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഷുഗർ ബീഡ്സും ട്യൂബ് ബീഡ്സും ഒക്കെ സെയിം കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലോട്ടായിട്ട് ഓരോ ട്യൂബ് ബീഡ് വീതം തുന്നിയെടുക്കുന്നുണ്ട്. അതിനുശേഷം സെന്ററിൽ നിന്ന് താഴോട്ടായിട്ട് ഒരു ട്യൂബ് ബീഡ് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത 2 ചെയ്തെടുക്കുമ്പോൾ ട്യൂബ് ബീഡിന്റെ വർക്ക് ചെയ്യണില്ല, റൗണ്ട് മാത്രം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം. രണ്ടെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തതിന് ശേഷം മൂന്നാമത്തെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ട്യൂബ് ബീഡിന്റെ വർക്ക് കൊടുക്കുന്നുണ്ട്. അത്ര ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അല്ല, നമുക്ക് ഹെവി ആയിട്ടുള്ള വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും താഴെയായിട്ട് ട്യൂബ് ബീഡിന്റെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു നെക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് പോകണം. ഇടയിൽ 2 ട്യൂബ് ബീഡ്സ് ഇല്ലാണ്ട് വീണ്ടും ഒരു ട്യൂബ് ബീഡ്സ് ഉള്ള വർക്ക് അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ. ബിഗിനേഴ്സിന് നല്ല ഹെൽപ്ഫുൾ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും അടിപൊളി നെക്ക് ഡിസൈൻസ് ആയിട്ട് വീണ്ടും കാണാം. സിൽക്ക് ത്രെഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് അടിപൊളി നെക്ക് ഡിസൈൻസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടണേ.